ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിലെ നാളത്തെ നല്ലൊരു ഒറിജിനൽ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ കാര്യമായിട്ടൊന്നും ഇല്ല. നമ്മുടെ ആണുങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ട് ടൂർ പോകുന്ന ഭാഗം മാത്രമേ കാണിച്ചത്, വേറെ ഒന്നും തന്നെ അതിലുണ്ടായില്ല. പക്ഷെ ഞാനിപ്പോ പറയാൻ പോണ തമിഴിലെ ഭാഗമാണ്. അതേ ഫ്രണ്ട്സ്, കുറെ നാളിന് തമിഴിലെ എപ്പിസോഡ്സ് ഇപ്പൊ നല്ല ഗംഭീരമായിട്ടുള്ള എപ്പിസോഡ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടുത്തെ കഥ എന്താണെന്നാണ് ഞാൻ ഇപ്പൊ ഇതിൽ പറയാൻ പോണത്. കാരണം നമ്മുടെ മലയാളവും തമിഴും തമ്മിൽ കൂട്ടിക്കലർത്തല്ല, പക്ഷെ മലയാളവും തമിഴും തമ്മിൽ നല്ലൊരു ഇതുണ്ട് കേട്ടോ. കാരണം സാമ്യമുണ്ട്. 90% തമിഴിലെ ഭാഗങ്ങൾ തന്നെയാണ് മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തമിഴ് നടക്കുന്ന കഥ കേൾക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തമിഴിലെ ഒറിജിനൽ പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് ഞാൻ പറയാൻ പോണത്. അതിൽ നമ്മുടെ ഈ ദേവി എന്ന് പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ ദേവി പ്രഗ്നന്റ് ആയിട്ട് കുഞ്ഞ് നഷ്ടപ്പെട്ടില്ല, അതുപോലെ നഷ്ടപ്പെടുന്നില്ല. ഫേക്ക് ആയിട്ടുള്ള ഗർഭം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ശരിക്കും ദേവി അതിൽ ഗർഭിണിയാണ്. പക്ഷെ അതിൽ ഗർഭിണിയാന്ന് വെച്ചാൽ നമ്മുടെ ആനന്ദ് വെള്ളം അടിച്ചിട്ട് വരുമ്പോഴാണ് ദേവിയായിട്ട് ഇങ്ങനെ സ്നേഹത്തിൽ ആവുകയും അതുപോലെ കുഞ്ഞുണ്ടാവാൻ കാരണമാവുന്ന ആ ഒരു സെറ്റപ്പ് ആ സമയത്താണ് ഉണ്ടാവണം. അപ്പൊ നമ്മുടെ ആനന്ദിന് ഒന്നും ഓർമ്മയില്ല. അത് ദേവിന് ഭയങ്കര വെറുപ്പാണ് ആനന്ദിന്. അതില് ദേവിന് ഒട്ടും ഇഷ്ടമല്ല, കാണുന്നത് തന്നെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ദേവിനെ വെറുപ്പാണ്. പക്ഷെ അന്ന് കുടിച്ചു വന്നിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത് ആനന്ദിന് ഒട്ടും ഓർമ്മയില്ല. അതിനുശേഷം നമ്മുടെ ദേവി പ്രഗ്നന്റ് ആവാണ്. പ്രഗ്നന്റ് ആയ ദേവി ആദ്യം ഈ ഒരു സന്തോഷ വാർത്ത പറഞ്ഞത് ആനന്ദിനോട് തന്നെയാണ്. അപ്പൊ ആനന്ദ് ദേവിയോട് ചോദിക്കുന്ന ഓരോരോ ചോദ്യമാണ്, ഈ കുഞ്ഞിന്റെ തന്ത ആരാണെന്ന്. അത് കേൾക്കുന്ന ദേവിക്ക് ആകെ ഷോക്ക് ആവാണ്. ആനന്ദ്, നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞാണ് എന്റെ വയറ്റിൽ കിടക്കുന്നത്. ഇത് കേട്ട് ആനന്ദ് പറഞ്ഞു, എന്റെ കുഞ്ഞോ? എടി ഉടായിപ്പത്തി, എടി ലോക ഫ്രോഡെ, നീ വേറെ ഏതോ ആളുടെ കുഞ്ഞാണ് നിന്റെ വയറ്റിൽ കിടക്കുന്നത്. നീയും ഞാനും തമ്മിൽ 2 വർഷം കല്യാണം കഴിഞ്ഞിട്ട് അന്ന് നീ ഒരു ഫ്രോഡാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ വന്നോട്ടെ നിന്റെ വയറ്റിൽ ഈ കുഞ്ഞ? ഇതെന്താ ദിവ്യഗർഭമാണോ? ഇതെന്തായാലും എന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞിട്ട് ആനന്ദ് പറയാണ്. അത് ദേവിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് കേട്ടോ. ദേവി അപ്പൊ തന്നെ ബാഗ് എടുത്തോണ്ട്, ആർത്തും പറയില്ല ഗർഭിണിയാണെന്നും ആർത്തും പറയില്ല. ദേവി അപ്പൊ തന്നെ ബാഗ് എടുത്തിട്ട് അമ്മക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി നിൽക്കുകയാണ്. 1 മാസം കഴിഞ്ഞിട്ട് ദേവി തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ദേവിക്ക് അപ്പോഴേക്കും 3 മാസം കഴിഞ്ഞു. അപ്പൊ ഇവര് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ മീനാക്ഷി ദേവിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ദേവിയുടെ അസ്വസ്ഥതയും ദേവിയുടെ മുഖമൊക്കെ കാണുമ്പോൾ മീനാക്ഷിക്ക് എന്തൊരു സംശയം തോന്നുവാണ്. മീനാക്ഷി ചോദിക്കേണ്ട, ദേവിയെടുത്തേക്ക് സുഖമില്ലേ? വല്ലാത്ത പോലെ ഇരിക്കുന്നു, എന്ത് പറ്റി ദേവിയെടുത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ശ്രീകല പറയണത്, മോളെ ദേവിക്ക് വിശേഷം ഉണ്ടെന്ന് പറയാണ്. ഈശ്വര, വിശേഷം ഉണ്ടെന്നോ? ഇത് സന്തോഷവാർത്ത ദേവമംഗലത്ത് പറഞ്ഞ അവർക്ക് എന്ത് സന്തോഷമാവോന്ന് അറിയാവോ? ഞാൻ ഇപ്പൊ തന്നെ പറയട്ടെ, അത് ദേവിയെടുത്ത് ഇപ്പൊ തന്നെ എന്റെ കൂടെ വാ, ഇത് പറഞ്ഞോളൂ ഈ സന്തോഷ വാർത്ത എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ശ്രീകല പറഞ്ഞിട്ട്, ഇത് അറിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു, പിന്നെന്താ ദേവി എടുത്ത് ഇത് ആർക്കും പറയാത്തത് എന്ന് ചോദിക്കുമ്പോ ദേവി പൊട്ടിക്കരയാണ്. എന്നിട്ട് മീനാക്ഷിനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാണ്. മീനാക്ഷി ചോദിക്കണ്ടേ, എന്താ ദേവി എടുത്ത്, എന്താ കാര്യം, എന്താ ഗർഭിണിയാണെന്നുള്ള കാര്യം നമ്മൾ നിന്നൊക്കെ മറച്ചു വെച്ചത് എന്ന് ചോദിക്കുമ്പോ ദേവി പറയണ്ട, ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് ദേവമംഗലത്ത് വെച്ചിട്ട് തന്നെയാണ്. അത് അറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ആ സന്തോഷവാർത്ത ആനന്ദേട്ടനോടാണ് ആദ്യം പറഞ്ഞത്. ആ ഒരു പ്രഗ്നൻസി കിറ്റ് ആനന്ദേട്ടനോട് കാണിച്ചപ്പോ ആനന്ദേട്ടൻ അത് വലിച്ചെറിയുകയാണ് ചെയ്തത്. എന്നിട്ട് എന്നോട് ഒരു ചോദ്യം മാത്രമേ ആനന്ദേട്ടൻ ചോദിച്ചുള്ളൂ, അതെന്താ ദേവി എടുത്ത് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോഴേക്കും ദേവി പറയണ്ടേ, ഇത് ആരുടെ കുഞ്ഞാണ് എന്റെ വയറ്റിൽ കിടക്കുന്നതെന്നാണ് ആനന്ദേട്ടൻ ചോദിച്ചത്. ആനന്ദേട്ടൻ ഇത്ര തറയാണോ? ഇത് ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അപ്പൊ തന്നെ ദേവമംഗലത്തേക്ക് പോകുവാട്ടോ. എന്നിട്ട് നമ്മുടെ ഗോമതിയും ബാലനും ചോദിക്കണ്ട്, മോളെ ദേവിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ എന്താ, അവിടെ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോ, സുഖം, പരമ സുഖമാണല്ലോ. ഇവിടെ ആനന്ദേട്ടൻ കാരണം ദേവിയെടുത്ത് എന്തുമാത്രം വേദനിക്കേണ്ടെന്ന് അറിയാവോ? എന്തു പറ്റി മോളെ? ദേവിക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് അറിയാവോ? ദേവിയെടുത്ത് പ്രഗ്നന്റ് ആണ്. അത് കേൾക്കുമ്പോ ബാലനും ഗോമതിക്ക് സന്തോഷമാണ്. ഈശ്വര, പ്രഗ്നന്റ് ആണോ? എന്താ നമ്മള് പിന്നെന്താ അവിടെ പോയി നിൽക്കുന്നത്? ഇങ്ങോട്ട് വരാൻ പറയും, എനിക്ക് ദേവിനെ കാണാൻ കൊതിയായിട്ട് വയ്യ എന്നൊക്കെ ഗോമതി പറയുമ്പോ നമ്മുടെ മീനു പറയണ്ട, ദേവിയെടുത്ത് ഗർഭിണിയാണെന്ന് ആദ്യം പറഞ്ഞത് ആനന്ദേട്ടനോടാ. അപ്പൊ ആനന്ദേട്ടൻ ചോദിച്ചതെന്നറിയോ, ഇത് ആരുടെ കുഞ്ഞാണെന്നാ ചോദിച്ചത്. അത് കേൾക്കണ ഗോമതിക്കും അതുപോലെ തന്നെ ബാലനും ഷോക്ക് ആവാണ്. ബാലനപ്പൊ തന്നെ ആനന്ദിനെ വിളിക്കാട്ടോ, എടാ ആനന്ദേ ഇങ്ങോട്ടൊന്ന് വന്നേടാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. എന്താച്ചാ, എടാ ദേവിമോള് പ്രഗ്നന്റ് ആണെന്ന് നിനക്ക് അറിയായിരുന്നോ? ഓ, അറിയായിരുന്നു. എന്നിട്ട് നീ എന്താ അത് ഞങ്ങൾക്ക് പറയാത്തത്? അത് എന്റെ കുഞ്ഞല്ല, പിന്നെ ഞാനിതിനെ നിങ്ങൾക്ക് പറയണത്. അപ്പൊ തന്നെ ആനന്ദിന്റെ മുഖത്തിൽ ഒറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ. നിന്റെ കുഞ്ഞിനെന്ന് നാണം കെട്ടവരെ, എനിക്കിങ്ങനെ പറയാൻ നാണമില്ലടാ. അച്ഛാ, ഞാൻ പറഞ്ഞ സത്യമാണ്, അത് എന്റെ കുഞ്ഞല്ല. അല്ലെങ്കിൽ ആ കുഞ്ഞ് പ്രസവിക്കട്ടെ, അവള് പ്രസവിക്കട്ടെ. ആ കുഞ്ഞ് എനിക്കുമ്പോൾ DNA ടെസ്റ്റ് എടുത്ത് നോക്കുക, അത് എന്റെ കുഞ്ഞായിരിക്കില്ല. വഴിയിൽ പോണ ആൾക്കാരുടെ ഗർഭം തന്നെ ഞാനെടുത്ത് തലയെ വെക്കണത് എന്ന് ചോദിക്കുകയാണ് ഗോമതി. അപ്പൊ തന്നെ നമ്മുടെ ആനന്ദിന്റെ അടുത്ത് ഇറങ്ങി പോവാൻ വരെ പറയുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമുക്ക് തമിഴിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, കുറെ നല്ല നല്ല ഭാഗങ്ങൾ തമിഴിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ആ ഭാഗത്തിന്റെ റിവ്യൂ ഞാൻ ഉടനെ തന്നെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.